ഞാനൊരു കലാകാരനെ കൂടെ പരിചയപ്പെടുത്താം. ആകാശ് എന്നാണ് ഈ കലാകാരന്റെ പേര്. മുന്നേറ്റ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഗുരുവായൂരപ്പൻ കോളേജിലെ 2ാം വർഷ ചരിത്ര ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ലഹരിക്കെതിരെ ഒരു മോണാക്ട് ചെയ്യാൻ പോവാണ് അല്ലേ? ചുരുങ്ങിയ സമയം കൊണ്ട് ആകാശ് നമുക്കൊരു പെർഫോമൻസ് കാഴ്ചവെക്കും. റെഡി? ഓ, കുറച്ച് അത്രയും ഞാൻ എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. എന്റെ ചിറകുകൾ ഉയർത്താൻ കഴിയുന്നില്ല. എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. ലഹരി 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 വാ, നിനക്ക് ആസ്വദിക്കാം. നിനക്കാവോളം ഉയർന്നു പറക്കാം. നിനക്ക് പറന്നുയരാം. ഇല്ല എടുത്തോ. എനിക്ക് പറക്കാൻ കഴിയുന്നു. എന്റെ ചിറകുകൾ ഉയർത്താൻ കഴിയുന്നു. എനിക്ക് പറക്കാൻ കഴിയുന്നു. ഡോക്ടറെ എന്റെ കൊച്ചിനെ നോക്ക് ഡോക്ടറെ. അവന് ശ്വാസം കിട്ടുന്നില്ല. ഒന്ന് നോക്ക് ഡോക്ടറെ. എടോ, തന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ വീട്ടിൽ കിടന്ന് പുക വലിക്കരുതെന്ന്. എന്നിട്ടിപ്പോ ഇവിടെ കിടന്ന് ഒച്ച വെച്ചിട്ട് എന്താണോ കാര്യം? താനെ അറിയുന്നതല്ലേ ഈ പുക വലിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അത് ശ്വസിക്കുന്ന ആൾക്ക്. ഇതൊക്കെ തനിക്ക് എത്ര വട്ടം അറിയാവുന്നതാണോ? അതെനിക്കറിയാം ഡോക്ടറെ. പക്ഷെ പറ്റിപ്പോയി. എല്ലാത്തിനും കാരണം നശിച്ച അവസ്ഥ. എടാ, അതെന്താ? കുത്തണോ? കുത്തിക്കോ. വലിക്കണോ? വലിക്ക. എല്ലാത്തിനും കാരണം ആ നശിച്ച അവസ്ഥ ഡോക്ടറെ. ഒരു തമാശക്ക് വേണ്ടി തുടങ്ങിയതാ. പക്ഷെ എനിക്കിപ്പോ അതിലാണ് പറ്റത്തില്ല. അത് കിട്ടിയില്ലേല് കയ്യും കാലും ഒക്കെ വലിഞ്ഞ് പൊറുക്കുന്ന പോലെ തോന്നും. പിന്നെ എനിക്ക് എല്ലാം തന്നെ നിയന്ത്രിക്കാൻ പറ്റൂല ഡോക്ടറെ. എന്റെ കൊച്ചിനെ നോക്ക് ഡോക്ടറെ. അവര് ശ്വാസം കിട്ടുന്നില്ല ഡോക്ടറെ. എടോ, താൻ ഇനി ഒച്ച വെച്ചിട്ട് ഒരു കാര്യമില്ല. തൻ്റെ കുട്ടി അവള് പോയടോ. ഇല്ല, കുട്ടാ മോളെ എണീക്കടാ. ഓക്കെ ആകാശ്, ലഹരി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ആകാശ് നിർമ്മിച്ചത്. ആകാശ് ഇപ്പോൾ ഏത് ചരിത്ര വിദ്യാർത്ഥിയാണ്? ഓക്കെ, ഗുഡ്.